ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. സോയാ ചങ്ക്സും പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് രണ്ട് സ്പൂൺ ഓയിൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാൻ പോവാണ്. ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പം മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചൊരു ക്യാരറ്റ് ഉണ്ട്, അതിട്ട് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സോയാ ചങ്ക്സ് പൊടിച്ചു വെച്ചത് ചേർക്കുകയാണ്. സോയാ ചങ്ക്സ് ഞാനൊരു ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അതൊരു കപ്പുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്ത്. നമുക്കിനി ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്കിതിലേക്ക് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിവിടെ ചേർത്ത് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ഇടുകയും വേണ്ട. നമുക്ക് ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതിപ്പം ഇവിടെ ഇരുന്നത് തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് എല്ലാം തണുത്ത് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ആണ്. ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ഇതിപ്പോൾ ഞാൻ ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് മുട്ടയുടെ വെള്ള മാത്രം എടുത്താലും മതി. പിന്നെ ഇപ്പം മുട്ടയെ വേണ്ടാന്നുള്ളവർക്ക് കോൺഫ്ലോർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം. കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലുണ്ടാക്കാം. ഇപ്പം നമ്മുടെ കൈ കുറച്ച് നനച്ചിട്ട് ഇതുപോലെ മസാല എടുത്താൽ കയ്യിലൊന്നും പറ്റി പിടിക്കാതിരിക്കും. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പം കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുഴച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ചെറിയ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. മുട്ട അടിച്ച് വെച്ചേക്കുന്നതിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് വെക്കാം. അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് പരത്തുമ്പം ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കണം.
അങ്ങനെ ഞാൻ എല്ലാം ഒന്നുണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ എല്ലാ കട്ട്ലറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 14 എണ്ണം ഉണ്ട് ഈ ഒരളവിൽ. ഈ വലിയ കട്ട്ലറ്റായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു മീഡിയം സൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം മറ്റേ സൈഡും കൂടെ മൂത്തിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അരിവൊക്കെ നമുക്കൊന്ന് ഫ്രൈ ആവാൻ വേണ്ടി ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത്, എണ്ണ കുറവായതുകൊണ്ട് നമുക്ക് അരിവൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഞാൻ റെഡിയാക്കി, ആദ്യത്തെ 4 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി ഇനി ഞാൻ റെഡിയാക്കാൻ പോവാം. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.